ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ അഹിന്ദു വനിത റീൽസ് ചിത്രീകരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ആചാര ലംഘനം നടന്നതിനെ തുടർന്ന് പരിഹാരമായുള്ള ശുദ്ധികർമ്മങ്ങൾ ഇന്ന് പുലർച്ചെ 5 മണി മുതൽ ക്ഷേത്രത്തിൽ ആരംഭിച്ചു. ഇനി വൈകുന്നേരം മുതൽ മാത്രമേ ഭക്തർക്ക് ക്ഷേത്ര ദർശനം സാധ്യമാകൂ. ഇതറിയാതെ ക്ഷേത്രത്തിൽ നൂറുകണക്കിന് ഭക്തരാണ് ഇപ്പോഴും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. റീൽസ് ചിത്രീകരിച്ച അഹിന്ദുവായ വനിതയ്ക്കെതിരെ ആചാര ലംഘനം നടത്തിയതിനും ഹൈക്കോടതി വിധി ലംഘിച്ചതിനും ശക്തമായ നിയമ നടപടി കൈക്കൊള്ളണം എന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി രാജു ഗുരുവായൂർ നമ്മളോടൊപ്പം ചേരുകയാണ്. രാജു, ഈ ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ അഹിന്ദു വനിത റീൽസ് ചിത്രീകരിച്ചത് വലിയ വിവാദമായ ഒരു സംഭവം തന്നെയായിരുന്നു. എന്തായാലും ഇപ്പോൾ പരിഹാര ക്രിയകളൊക്കെ രാവിലെ 5 മണി മുതൽ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. എന്തെല്ലാം പൂജാ വിധികളാണ് ഇന്ന് ഉണ്ടാകുക? ഈ മുടങ്ങിയ 6 ദിവസത്തെ ശുദ്ധിക്രിയകളാണല്ലോ ഇന്ന് പൂർത്തിയാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഭക്തർക്ക് പ്രവേശനമില്ല. വൈകുന്നേരത്തോടുകൂടി മാത്രമേ ഭക്തർക്ക് പ്രവേശനം ഉണ്ടാകുകയുള്ളൂ. പലരും ഇതറിയാതെ അവിടെ എത്തിച്ചേരുന്നുണ്ട് എന്നുള്ള വിവരങ്ങളുമുണ്ട്. എന്താണ് രാജു അവിടെ നിന്നും പറയാനുള്ള കൂടുതൽ വിവരങ്ങൾ? ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ 5 മണി മുതൽ തന്നെ ശുദ്ധികർമ്മങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി 18 പൂജകളും 18 ശീവേലിയുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അഹിന്ദുവായ ഒരു വനിത പരിപാവനമായി ഗുരുവായൂരപ്പൻ ആറാട്ട് നടത്തുന്ന ക്ഷേത്രക്കുളത്തിൽ ഇറങ്ങി വീഡിയോ ഷൂട്ട് നടത്തിയത് ആചാര ലംഘനമാണ്. ഇത് വളരെ ഗൗരവതരമായി കാണേണ്ട ഒന്നാണ്. ഇതിനെതിരെ ശക്തമായ ഭക്തജന പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. ആചാര ലംഘനം നടന്ന സ്ഥിതിക്ക് ശുദ്ധികർമ്മങ്ങൾ ചെയ്തേ മതിയാകൂ. ഇതേ തുടർന്ന് ദേവസ്വം 6 ദിവസത്തെ പൂജകളും തീവേലിയും ആവർത്തിച്ച് ശുദ്ധികർമ്മങ്ങൾ നടത്താൻ തീരുമാനിച്ചത്. ഇന്ന് രാവിലെ 5 മണി മുതൽ തന്നെ ഉച്ചവരെ പൂജാ കർമ്മങ്ങൾ നടക്കുകയാണ്. അതിനാൽ സീനിയർ സിറ്റിസൺസ്, പ്രാദേശിക ഭക്തർ എന്നിവർക്ക് ദർശന സൗകര്യം നിരോധിച്ചിട്ടുണ്ട്. എല്ലാ ഭക്തർക്കും നാലമ്പലത്തിലേക്ക് പ്രവേശനം ഉണ്ടാകില്ല. കൊടിമരത്തിൽ നിന്ന് മാത്രമേ ഭക്തർക്ക് ഇന്ന് ദർശനം നടത്താൻ സാധിക്കുകയുള്ളൂ. വൈകുന്നേരം മുതൽ മാത്രമേ ഭക്തർക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശനം ഉണ്ടാകൂ. അനേകം ഭക്തരാണ് ഇക്കാര്യങ്ങൾ അറിയാതെ ക്ഷേത്ര ദർശനത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം കാരണക്കാരിയായ റിയാലിറ്റി ഷോ താരവും ഫാഷൻ ഷോ ഇൻഫ്ലുവൻസറുമായ ജാസ്മിൻ ജാഫറിനെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ക്ഷേത്രക്കുളത്തിനും സമീപം നിരവധി പോലീസുകാരും സെക്യൂരിറ്റിയും കാവൽ നിൽക്കുമ്പോഴാണ് ക്ഷേത്രാചാരം ലംഘിച്ചും ഹൈക്കോടതി വിധി ലംഘിച്ചും തീർത്ഥക്കുളത്തിൽ ജാസ്മിൻ റീൽ ചിത്രീകരിച്ചത്. കൃഷ്ണഭക്തയാണ് എന്ന് അവകാശപ്പെട്ട് ജസ്ന സലീം എന്ന യുവതി ക്ഷേത്രാചാരം ലംഘിച്ച് ക്ഷേത്രനടയിൽ കേക്ക് മുറിച്ച് റീൽസ് എടുത്തത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതോടെയാണ് ക്ഷേത്രനടയിൽ വീഡിയോ എടുക്കരുതെന്ന് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 13 ഹൈക്കോടതി ഉത്തരവിറക്കിയത്. ക്ഷേത്ര സംബന്ധമായ മറ്റൊരു കേസിന്റെ വാദത്തിലാണ് ഇത്തരത്തിൽ ഒരു വിധി പ്രഖ്യാപിച്ചത്. ഈ ഉത്തരവ് വന്നതിന് ശേഷം വീഡിയോ ചിത്രീകരിക്കുന്നതിന് കർശനമായ നിയന്ത്രണമാണ് പോലീസും ദേവസ്വവും ഏർപ്പെടുത്തിയിരിക്കുന്നത്. കനത്ത സെക്യൂരിറ്റിയുള്ള ക്ഷേത്രക്കുളത്തിൽ ഇത്തരത്തിൽ ആചാര ലംഘനം നടത്തിയത് ഗൗരവമായി തന്നെ കാണണം എന്നാണ് ഭക്തജന സംഘടനകൾ ആവശ്യപ്പെടുന്നത്. ഹൈക്കോടതി വിധി ലംഘിച്ചതിന് ആചാര ലംഘനം നടത്തിയതിനും ഈ അഹിന്ദുവായ വനിതയ്ക്കെതിരെ ശക്തമായ നിയമ നടപടി വേണമെന്നാണ് ആവശ്യം ഉയർന്നിരിക്കുന്നത്. അതെ രാജു, അത്തരത്തിലുള്ള ഒരു ആവശ്യം കൂടി ഉയരുന്നുണ്ടല്ലോ. അതായത് കൃത്യമായ ഒരു ആചാര ലംഘനം ബോധപൂർവം നടത്തി, അതുകൊണ്ട് തന്നെ ഒരു നടപടി വേണം, നിയമ നടപടി സ്വീകരിക്കണം എന്നുള്ള ഒരു പ്രതിഷേധ സ്വരം കൂടി ഉയരുന്നുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമോ ദേവസ്വം ബോർഡ് എന്നുള്ളതാണ് അറിയേണ്ടത്. അത്തരത്തിലുള്ള ഏതെങ്കിലും നീക്കങ്ങൾ പ്രതീക്ഷിക്കാമോ? ഇപ്പോൾ പരാതി കൊടുത്തിട്ടുള്ള ഒരു ന്യായം മാത്രമാണ് ദേവസ്വം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പോലീസ് ഇത് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ കേസ് എടുത്തിട്ടുണ്ട്. ഈ കേസ് എടുത്ത് ബാക്കി തുടർ നടപടികൾ കൈക്കൊള്ളും എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. രോഹിണി. ശരി, രാജു ഗുരുവായൂരാണ് വിവരങ്ങൾ നൽകിയത്.